ജനകീയമായിട്ടുള്ളൊരു തെരച്ചിൽ നടത്തുമെന്ന് കേട്ടു നമ്മളവിടെ. അതായത് ഇതുവരെ ആർമിയും ഈ നമ്മളുടെ NDRFൻ്റെയും SDRFൻ്റെയും ഒക്കെ സംഘങ്ങളായിരുന്നുവെങ്കിൽ പൂർണ്ണമായിട്ടും ജനങ്ങൾക്ക് കൂടി തിരയാനുള്ള ഒരു സാഹചര്യം അവിടെ ഉണ്ടാക്കും. അങ്ങനൊരു തീരുമാനമുണ്ടോ ഇപ്പോൾ? അങ്ങനെയല്ല. നാളെ രാവിലെ 8 മണി മുതൽ നമ്മളൊരു ജനകീയ തെരച്ചിലിൻ്റെ സംവിധാനം ഉണ്ടാക്കുകയാണ്. റിപ്പോർട്ടർ കൃത്യമായി അത് രേഖപ്പെടുത്തണം. അത് എല്ലാ നമ്മുടെ ആർമി ഉൾപ്പെടെയുള്ള എല്ലാ സേനാംഗങ്ങളും ഉണ്ടാകും. ആ കൂട്ടത്തിൽ ഞങ്ങളുടെ വീടിനടുത്തൊന്ന് പോയി തെരഞ്ഞില്ല എന്ന് മാനസികമായി പ്രയാസമുള്ള മുഴുവൻ ആളുകളും അങ്ങോട്ടെത്താനുള്ള അവസരം കൊടുക്കും. ക്യാമ്പുകളിലുള്ള ആളുകൾക്ക് അങ്ങോട്ട് പോകണം എന്ന് പറഞ്ഞാൽ വാഹനങ്ങൾ പ്രത്യേകമായി തയ്യാറാക്കി അങ്ങോട്ട് കൊണ്ടുപോകും. പക്ഷെ അങ്ങോട്ട് കൊണ്ടുപോകുമ്പോൾ ഞങ്ങളുടെ പൂർണ്ണമായ സുരക്ഷ ഉണ്ടാകുക കാര്യത്തിൽ. കാരണം അവിടെ ചെന്ന് പെട്ടെന്ന് ഇമോഷണലായി ഏതെങ്കിലും വിധത്തിൽ അപകടം ഉണ്ടായാൽ അതൊരു പ്രയാസകരമായ കാര്യമാകും എന്നുള്ളത് കൊണ്ട് ആംബുലൻസ്, ഭക്ഷണം, വെള്ളം എല്ലാം സജ്ജീകരിച്ച് ഇനി പോകേണ്ട ആളുകളെ കൂടി കൊണ്ടുപോയി എൻ്റെ മുമ്പിലുള്ള ഈ സ്ഥലത്ത് തിരഞ്ഞാൽ ചിലപ്പോൾ കിട്ടുമായിരിക്കും എന്ന് പറയുന്നവരെ, ഈ വീടൊന്ന് പൊളിച്ചു നോക്കണം എന്ന് പറയുന്ന ആളുകളെ പൂർണ്ണമായും കൊണ്ടുപോയി ഒരു ഇന്ത്യ ഇതുവരെ കണ്ടിട്ടില്ലാത്ത, ഞാനത് പറയുന്നതിൽ വളരെ കൃത്യതയോടുകൂടി ഒരു വേറെ ഏതെങ്കിലും തരത്തിൽ അവകാശപ്പെടുകയല്ല, ഇന്ത്യ ഇതുവരെ കണ്ടിട്ടില്ലാത്ത വിധത്തിൽ ഒരു ജനകീയ തെരച്ചിൽ. മെസ്സേജ് അയക്കുന്നത് ഞങ്ങൾ കൂടി വരട്ടെ എന്നായിരിക്കും. നമ്മൾ അങ്ങനെയല്ല ഉദ്ദേശിച്ചത്. പ്രദേശവാസികളും ദുരന്തബാധിതരായ ആളുകളുടെയും സാന്നിധ്യത്തിലുള്ള തെരച്ചിൽ എന്നാണ് ഉദ്ദേശിച്ചിരിക്കുന്നത്. അങ്ങനെയല്ലേ? തീർച്ചയായിട്ടും പുറത്തു നിന്നുള്ള ആളുകൾ ദയവായി വരരുത്. നമ്മളിപ്പോൾ സേനയെയും അതിലേക്ക് പോകേണ്ട സഹായികളെയും നമ്മൾ തീരുമാനിച്ചിട്ടുണ്ട്. പുറത്തുനിന്ന് ആളുകൾ ഒരു കാരണവശാലും വരരുത്. അങ്ങനെ വന്ന വലിയ നമ്പറാകും. അകത്ത് ഇത് കാണേണ്ടതും അന്വേഷിക്കേണ്ടതുമായ ആളുകളെ കാണുക, അത് വെച്ച് ഒരു സമഗ്രമായ അന്വേഷണം, ഒരു പോയിൻറ്റും വിടാത്ത വിധത്തിൽ ഇതിൻ്റെ മറവിൽ, ഇതിൻ്റെ സൈഡിൽ നമ്മളെ എത്ര നോക്കിയാലും ബാക്കി നിൽക്കും. അങ്ങനെ വരുന്ന വിധത്തിൽ നാളെ ഒരു അവസാന ഘട്ടം എന്ന് പറഞ്ഞാൽ ഈ ആളുകൾ പിന്നോട്ട് പോകാമെന്നല്ല ഞാൻ പറഞ്ഞത്, ഈ അന്വേഷണത്തിൻ്റെ ഒരു പ്രത്യേക ഘട്ടമായിരിക്കും നാളെ ഉണ്ടാകാൻ പോകുന്നത്. താങ്ക് യു മിനിസ്റ്റർ. എന്നാലും ഞാൻ സമയം എടുക്കുന്നില്ല. മാത്രമല്ല മിനിസ്റ്റർ ഈ കാര്യങ്ങൾ വിശദീകരിക്കുന്നത് ഒരുപാട്. ഒരു കാര്യം കൂടി ഹലോ ഒരു കാര്യം കൂടി. അരുൺ നേരത്തെ ഫോണിൽ സംസാരിച്ച പോലെ പുതിയ ഷർട്ടും മുണ്ടുമാണ്. ഓരോ ദിവസം മേടിക്കുകയാണ്. കിട്ടാവുന്ന വിധത്തിൽ ഒരു സൗകര്യമില്ല. കൊണ്ടുവന്നെല്ലാം തീർന്നു. ഇനി പുതിയത് മേടിച്ചിട്ടിങ്ങനെ കണ്ടിന്യൂ ചെയ്യാണ്. അതുകൊണ്ടാണ് ചോദിച്ചത് നേരത്തെ പുതിയതാണോ എന്ന്. പുതിയത് മേടിക്കാൻ ആഗ്രഹിച്ചുകൊണ്ടല്ല, നിവൃത്തിയില്ലാത്തതുകൊണ്ട് നമ്മളിങ്ങനെ തുടരുകയാണ് നമ്മളെല്ലാവരും. അപ്പോൾ ഇതിൻ്റെ ഒരു സാധ്യതയിൽ റിപ്പോർട്ടർ ഒരു ഇടവും വിടാതെ ഞങ്ങളുടെ കൂട്ടത്തിലുണ്ടാകണം. 100% തീർച്ചയായിട്ടും ഉണ്ടാവും. തുടക്കത്തിൽ നമ്മൾ ജനകീയ മാധ്യമമായി മാറിക്കഴിഞ്ഞു. മിനിസ്റ്റർക്ക് അതറിയാമല്ലോ. അതിൻ്റെ പ്രതികരണങ്ങൾ മിനിസ്റ്റർക്ക് ലഭിക്കുന്നുണ്ടാവും തീർച്ചയായിട്ടും. കാരണം അവരൊക്കെ നമ്മളെല്ലാവരും ഒരുമിച്ച്, അത് റിപ്പോർട്ടർ മാത്രമല്ല, 24-ഉം ഏഷ്യാനെറ്റും മാതൃഭൂമി മനോരമയും ഒക്കെ നമ്മളുടെ എല്ലാ സുഹൃത്തുക്കളും മാധ്യമപ്രവർത്തകരും ഒരുമിച്ച് തന്നെ നിൽക്കുന്നുണ്ട് ഈ ഘട്ടത്തിൽ.